അല്ലേ? എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു, നല്ലത്. നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങളുടെ മകനോ മകൾക്കോ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. 9:30 മണിക്ക് ഹോളിൽ കയറണം, 10 മണിക്ക് പോയാൽ മതിയെന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? 9 മണിക്ക് നിങ്ങളുടെ കുഞ്ഞിന് സർജറിയാണ്, 7:30 അഡ്മിറ്റ് ചെയ്യണം. തിരുവനന്തപുരത്താണ് സർജറി, നിങ്ങൾക്ക് അടൂരിൽ നിന്ന് പോകണം. നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല, ഞങ്ങൾ 11-നെ പോകുന്ന ആരെങ്കിലും പറയുമോ? എന്താ ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ? പിക്നിക്കാണ്, വെളുപ്പിനെ 2:30 പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോകും, നിങ്ങൾ 2 മണിക്ക് എത്തില്ലേ? ആരെങ്കിലും പറയുമോ 3:30 ഞങ്ങൾ വരുമെന്ന്? നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ്, 10 മണിക്ക് ഇന്റർവ്യൂ, 10:30 ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ സകല കാര്യത്തിനും നിങ്ങൾക്ക് കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സമയബോധം ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ, വെറും ഏഴാങ്കൂലിയാണെന്നല്ലേ, വെറും വിലകെട്ടവനാണെന്നല്ലേ, വെറും വിലയില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം?